നിങ്ങൾ 5:45 എഴുന്നേക്കേണ്ട നിങ്ങൾ 6:15 എഴുന്നേക്കും. നിങ്ങൾ റൈറ്റ് ടൈമിലല്ല കാര്യം ചെയ്തത്. അത് പ്ലാനിങ് വളരെ കറക്റ്റ്. അതെ, പ്ലാനിങ്ങും അതിൻ്റെ കൂടെ എക്സിക്യൂഷൻ. ആക്ച്വലി ഈ സ്ട്രെസ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ അത് വരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വെൻ യു ഡോണ്ട് ഡു ദ തിങ്സ് ഇൻ റൈറ്റ് ടൈം. നിങ്ങളൊരു സമയത്ത് കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്. നമ്മുടെ എല്ലാവരെയും ഫോണുകളിൽ കലണ്ടർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനുണ്ട്. ആരും അത് ഉപയോഗിക്കാറില്ല. അതിൽ പോയിട്ട് നിങ്ങൾ പ്ലസ് ഒന്നിട്ടിട്ട് ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് കലണ്ടർ നമ്മൾ ഓർമ്മപ്പെടുത്തിക്കോളും. സെയിൽസ് എന്ന് പറയുന്നത് പ്യൂർലി ക്ലോസിങ് അല്ല. സെയിൽസ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, ഒരു യാത്രയാണ്, ഒരു ജേണി എന്നാണ്. സോ നിങ്ങൾ തുടക്കം നല്ലതാണെങ്കിൽ ഈ ക്ലോസിങ് എളുപ്പമാവും. അപ്പോൾ ഈ ക്ലോസിങ് ഇല്ലാത്തതിൻ്റെ പേരിലായിരിക്കും സെയിൽസിൽ പ്രഷർ കൂടണേ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, തുടക്കം നന്നായിരിക്കില്ല. ഒരു പ്രോപ്പർ ലീഡർ എന്തായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു പ്രോപ്പർ ലീഡർ ട്രെയിൻ ചെയ്തെടുക്കുന്നത്? ഈ ലീഡർ എന്ന് പറയുന്നത് എപ്പോഴും അയാളുടെ ഞാൻ അണ്ടർ അല്ലെങ്കിൽ സബോർഡിനേറ്റ് എന്നൊന്നും ഞാൻ പറയില്ല. അയാളുടെ കളീഗ്, അയാളെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കളീഗ്, ഈ കളീഗിനെ ശരിക്കും ഇൻസ്പയർ ചെയ്യുന്ന ഒരാളായിരിക്കണം. നിങ്ങളെ ജോലിയിൽ നിങ്ങളൊരു എക്സ്പേർട്ടായിരിക്കണം. നിങ്ങൾ ഇൻ ആൻഡ് ഔട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്ന, വളരെ പാഷനേറ്റായിട്ട് ഇതിൻ്റെ പുറകെ നടന്ന് കൂടി. നമ്മുടെ കമ്പനിക്ക് ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരു കട്ട് ഓഫ് പോയിന്റ് ഉണ്ടാവില്ലേ, ആളെ ഒഴിവാക്കണം എന്നുള്ളൊരു പോയിന്റ്. റിക്രൂട്ട് ചെയ്യുന്ന ഒരാളെ നമ്മൾ മിനിമം ഒരു സ്ക്രീനിങ് ഒക്കെ നടത്തണം. ത്രെട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ പല സ്റ്റേജുകളുണ്ട് HR ഫോളോ ചെയ്യുന്നത്. ഒരാളെ റിലീവ് ചെയ്യുമ്പോൾ പോലും മാന്യമായിട്ട് നല്ല രീതിയിൽ, നല്ല സുഹൃത്തുക്കളെ പോലെ. കാരണം ഇത് കഴിഞ്ഞ് നമ്മൾ ഏത് കണ്ടീഷനിലാണ് പുറത്തുനിന്ന് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഈ ഒരാൾ ഒരു വ്യക്തി ഒരു ജോലി സ്ഥലത്തേക്ക് ജോലി ചെയ്യാൻ വരുമ്പോൾ അയാളുടെ ലക്ഷ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള പല ആളുകളിലും ഒരു എന്താ പറയുക, ലക്ഷ്യം അല്ലെങ്കിൽ ലക്ഷ്യബോധം, ഗോള്, അത് പലരിലും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു രാജ്യത്തിനും കൂടിയാണ് അതിൻ്റെ കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. ഒരു ചെറിയ ചേഞ്ചസ് പോലും വലിയൊരു മാറ്റത്തിലേക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ സ്വപ്നങ്ങളാണ്. ഒരു കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മെയിൻ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു ടീമായിരിക്കും സെയിൽസ് ടീം. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര പ്രഷറായിരിക്കും. ആ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു കോമൺ ആയിട്ട് കേൾക്കുന്നൊരു കാര്യം. അപ്പോൾ നമുക്ക് എങ്ങനെ അതിൻ്റെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ട്രെയിനിങ് എന്നുള്ള രീതിയിൽ? ഓക്കെ, ഞാനതിൻ്റെ ബേസിക്സ് നിന്ന് തുടങ്ങാം. ഓക്കെ. ആക്ച്വലി ഈ സ്ട്രെസ്സ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ അത് വരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വെൻ യു ഡോണ്ട് ഡു ദ തിങ്സ് ഇൻ റൈറ്റ് ടൈം. നിങ്ങളൊരു സമയത്ത് കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്. അജയ് ഒന്ന് ആലോചിച്ചാൽ മതി. അതായത് നമ്മൾ രാവിലെ 9 മണിക്ക് ഓഫീസിലെത്തണം, അല്ലെങ്കിൽ ഒരു കല്യാണത്തിനെത്തണം എന്ന് വിചാരിക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദിവസം മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്യാണ് കല്യാണത്തിന് എത്തേണ്ടത് 9 മണിക്കാണ്. അപ്പം ഞാൻ 6 മണിക്ക് എഴുന്നേക്കണം, 5:30 മണിക്ക് എഴുന്നേക്കണം. ഈ 5:30 മണിക്ക് പകരം നിങ്ങൾ 5:45-നോ 6:15-നോ എഴുന്നേക്കാണെങ്കിൽ നിങ്ങൾക്കിത് ടാലി ആവില്ല. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ നല്ലൊരു ഷവർ എടുക്കണം, നിങ്ങൾ പല്ല് തേക്കണം, നിങ്ങൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഒരു ചായ കുടിക്കണം, ഡ്രസ്സ് അയൺ ചെയ്യണം, ഇടയ്ക്ക് കറണ്ട് പോവും, ഓക്കെ, ഇടയ്ക്ക് വെള്ളം നിന്ന് പോകും. ഇങ്ങനെ പല കാര്യങ്ങളും ഇതിൽ കയറി വരും. ചിലപ്പോൾ വീട്ടിൽ ചെറിയൊരു മൈനർ ആക്സിഡൻറ്റ് സംഭവിക്കും, ആരെങ്കിലും തട്ടി വീഴാം. ഇങ്ങനെ കുറേ കാര്യങ്ങളും കൂടെ ഇതിൻ്റെ അകത്ത് കയറി വന്നു കഴിഞ്ഞാൽ ഈ ടൈറ്റ് ഷെഡ്യൂൾ വീണ്ടും ടൈറ്റാവും. പക്ഷേ നിങ്ങൾക്ക് എന്താ, ആ 9 മണിക്ക് അവിടെ എത്തുമ്പോൾ നിങ്ങൾ ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കണുണ്ടല്ലേ, കറക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ടൈം നമ്മൾ ഇമാജിൻ ചെയ്താൽ നമ്മളിങ്ങനെ ഓട്ടപ്പാച്ചിലായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് പല ദുരന്തങ്ങളും സംഭവിക്കും. ചിലപ്പം ശ്രദ്ധ മാറും, നിങ്ങൾ ചിലപ്പോൾ ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ കുട്ടികൾ നമ്മുടെ കാലിൻ്റെ ഇടയിലൂടെ പോകുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ സ്ട്രെസ്സായി. ഇനി ഇതിൻ്റെ പുറകിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ എന്താണ് കാരണം? നിങ്ങൾ 5:45 എഴുന്നേക്കേണ്ട നിങ്ങൾ 6:15 എഴുന്നേക്കും. നിങ്ങൾ റൈറ്റ് ടൈമിലല്ല കാര്യം ചെയ്തത്. അത് പ്ലാനിങ് വളരെ കറക്റ്റ്. അതെ, പ്ലാനിങ്ങും അതിൻ്റെ കൂടെ എക്സിക്യൂഷൻ. അതായത് 5:45 എഴുന്നേക്കുന്നതിന് പകരം നിങ്ങൾ 6:15 എഴുന്നേറ്റ്, അപ്പോൾ ആ 1/2 മണിക്കൂർ നഷ്ടപ്പെട്ടു. അതായത് ആ ആക്ടിവിറ്റി നിങ്ങൾ 1/2 മണിക്കൂർ മുമ്പേ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ കാര്യത്തിൽ സ്ട്രെസ് ഉണ്ടാവില്ല. ഈ ചെറിയ സ്ട്രെസ്സിന് അത് വലുതായി ചിലപ്പോൾ നിങ്ങൾ വണ്ടി ഓടിച്ചിട്ടായിരിക്കും നിങ്ങൾ പോകുന്നുണ്ടാവുക,
ഈ വണ്ടി ഓടിക്കണ വഴിക്ക് ചിലപ്പോൾ ആക്സിഡൻറ്റ് സംഭവിക്കാം. അതൊരു മഴക്കാലത്താണ് നിങ്ങൾ 2 വീലറിൽ പോകണമെന്ന് വിചാരിച്ചു, 2 വീലർ തെന്നി വീഴാം, നിങ്ങളുടെ ലൈഫ് തന്നെ അത് മാറ്റും. അപ്പോൾ എന്താ സമയത്ത് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്, പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ, അതാണ് നമ്മുടെ പ്രശ്നങ്ങൾ. എപ്പോഴും നമ്മളൊരു ചെക്ക് ലിസ്റ്റ് ഫോളോ ചെയ്യുക. പിന്നെ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോകും, ചെയ്യാൻ മറന്നു പോകും. ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ചു, പക്ഷെ നമ്മൾ മറന്നുപോയി. നമ്മുടെ എല്ലാവരെയും ഫോണുകളിൽ കലണ്ടർ എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനുണ്ട്. ആരും അത് ഉപയോഗിക്കാറില്ല. അതിൽ പോയിട്ട് നിങ്ങൾ പ്ലസ് ഒന്നിട്ടിട്ട് ഒരു ടാസ്ക് അങ്ങോട്ട് കഴിഞ്ഞാൽ അത് കലണ്ടർ നമ്മൾ ഓർമ്മപ്പെടുത്തിക്കോളും. പണ്ടൊക്കെ നമ്മൾ ഈ വീടുകളിൽ കലണ്ടേഴ്സ് ഉണ്ട്, അതിലിങ്ങനെ ആളുകൾ എഴുതി വെക്കുന്നത്. ഇന്ന് അത് സ്വയം നമുക്ക് റിമൈൻഡർ തരും. ടിങ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും, യു ഹാവ് ടു ഡു ദ ടാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ടാസ്കിങ് വരും. അതൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. നമ്മളതിൽ എല്ലാ ടൂളുകളും നമ്മൾ AI പറ്റി പറയുന്നത്, പക്ഷേ ബേസിക് ആയിട്ടുള്ള ടൂളുകളൊന്നും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറ് പോലില്ല. പക്ഷെ നമുക്ക് ഇത്ര ഇതുണ്ട്, ടെക്നോളജി ഉണ്ട്, നമുക്ക് അത്രയ്ക്ക് ഇതുണ്ട്, കാര്യങ്ങളുണ്ട്, നമ്മൾ അതിനൊന്നും ഉപയോഗിക്കാറേ ഇല്ല. അപ്പോൾ ഇത് നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രെസ്സ് താനെ വരും. ഇപ്പോൾ സെയിൽസിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഞാൻ ആക്ച്വലി ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ. ഇനി സെയിൽസിലേക്ക് വരികയാണെങ്കിൽ, സെയിൽസ് എന്ന് പറയുന്നത് പ്യൂർലി ക്ലോസിങ് അല്ല. സെയിൽസ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, ഒരു യാത്രയാണ്, ഒരു ജേണി എന്നാണ്. ഇപ്പം നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്നത് ലീഡിൽ നിന്നായിരിക്കും, ഒരു എൻക്വയറി അല്ല ലീഡ് എന്നാണ്. ഒരാൾ നിങ്ങളെ വിളിച്ച് അന്വേഷിക്കണോ, ഇന്ന പ്രൊഡക്റ്റ് നിങ്ങളെ കയ്യിലുണ്ടല്ലോ, ഇന്ന സർവീസ് നിങ്ങൾ ചെയ്ത് കൊടുക്കണ്ടോ, എനിക്കതൊന്ന് നോക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു ലീഡ് വരുന്നു. ഈ ലീഡ് ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു സ്റ്റേജ് ഉണ്ട്, കോൺടാക്ട്സ്. നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ വേണം, ആളുകളെ പോയിട്ട് കാണണം. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾ സെല്ല് ചെയ്യല്ല ചെയ്യണേ, പരിചയപ്പെടുക എന്നുള്ളത്. ഇയാൾ ലീഡായി മാറും ഓട്ടോമാറ്റിക്കലി. ഈ ലീഡ് എന്തായി, നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു സ്റ്റേജിലേക്ക് എത്തും. പിന്നെ നെഗോഷിയേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഈ പ്രൈസ് നെഗോഷിയേഷൻ അല്ല. പ്രൈസ് നെഗോഷിയേഷൻ മാത്രമല്ല, അത് ഇതിൻ്റെ അകത്ത് ക്വാളിറ്റി നെഗോഷിയേഷൻ വരുന്നുണ്ട്, പ്രൈസ് നെഗോഷിയേഷൻ വരും, സർവീസ് നെഗോഷിയേഷൻ, ഇതെല്ലാം നെഗോഷിയേറ്റഡാ അല്ലേ? കറക്റ്റ് അല്ല? നിങ്ങൾ ഇതൊക്കെ തരുന്നുണ്ടോ? ഞാനതൊക്കെ തരുന്നു, ഇതാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തൊരു ക്ലോസിങ്ങിലേക്ക് എത്തും. സോ നിങ്ങൾ തുടക്കം നല്ലതാണെങ്കിൽ ഈ ക്ലോസിങ് എളുപ്പമാവും. അപ്പോൾ ഈ ക്ലോസിങ് ഇല്ലാത്തതിൻ്റെ പേരിലായിരിക്കും സെയിൽസിൽ പ്രഷർ കൂടണേ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, തുടക്കം നന്നായിരിക്കില്ല. നിങ്ങൾ ഈ നല്ല കോൺടാക്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. കോൺടാക്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് പ്യൂർലി നമ്മളെ കൺട്രോളിലുള്ള കാര്യമാണ്. ഒരു ദിവസം നിങ്ങളോട് ഒരു 15 പേരെ പറ്റി ചുമ്മാ പോയി കാണും. 15 പേരെ കാണാൻ എന്താ വലിയ പണിയുണ്ടോ? യു ഹാവ് എ 2 വീലർ റൈറ്റ്, സോ അതർവൈസ് യു ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ദ പബ്ലിക് ട്രാൻസ്പോർട്ട് ഓർ സംതിങ്. നിങ്ങൾ ഈ വണ്ടിയിൽ ട്രാവൽ ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അല്ലെങ്കിൽ ഒരു 2 വീലർ എടുത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ കമ്പനിയുടെ വണ്ടി എടുത്ത് പോകാൻ പറ്റും, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ആക്ഷൻ എടുക്കണില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ റൈറ്റ് ടൈമിൽ ആ ആക്ഷൻ എടുക്കാത്തത് കൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് സ്ട്രെസ്സ് വരുന്നത്. അപ്പോൾ ടൈമിലി ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ടൈമിൽ നമ്മൾ പലപ്പോഴും മറന്നു, ഈ സമയത്ത് ചെയ്യാൻ പറ്റില്ല. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ കലണ്ടർ യൂസ് ചെയ്യാൻ, റിമൈൻഡേഴ്സ് ആപ്ലിക്കേഷൻസ്. ഒരു സ്ട്രക്ചറായിട്ട് നമ്മൾ ആ ഒരു കറക്റ്റ് ആ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സെയിൽസ് ആണെങ്കിൽ ആ ഒരു സ്ട്രെസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും, ഭയങ്കരമായിട്ട് ഒഴിവാക്കാൻ പറ്റും. അത് ഇതിനെ കണക്ട് ചെയ്ത് തന്നെ പറയാം. ഇപ്പോൾ ഓരോ ആളുകളും അവരവരെ ഫാമിലിയിൽ നിന്ന് ആണ് വരുന്നത്, അല്ല രാവിലെ വരുന്നത്. ഈ വരുന്ന ആളുകളുടെ കുടുംബജീവിതം നമുക്കറിയില്ല. ചില ആളുകൾ ഭയങ്കര ഡിസാസ്റ്റർ ആയിരിക്കും, ചില ആളുകൾ ഭയങ്കര ഹാപ്പി ലൈഫിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും, ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ കിടന്ന് നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ ഒരു ചീത്ത പറയണ അച്ഛൻ, അല്ലെ ചീത്ത പറയുന്ന ബ്രദർ, അല്ലെങ്കിൽ ചീത്ത പറയണ അമ്മ, ഭാര്യ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ ബഹളങ്ങൾ ഉണ്ടാക്കുന്ന ചീത്തയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആക്ച്വലി ആ ചീത്തയല്ല, നമ്മൾ ഇങ്ങനെ എല്ലാ കുടുംബങ്ങളിലുള്ള പ്രശ്നങ്ങൾ. ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് നമ്മളൊരു സേർട്ടൻ ഒരു ടൈം കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് വാക്കുകൾ പോകും. ആ ഒരു ബേർഡനും കൊണ്ടായിരിക്കും ഇയാൾ ഓഫീസിൽ വരുന്നുണ്ടാവുക, ഇയാൾ ബൈക്കിലായിരിക്കും വരുന്നുണ്ടാവുക. കറക്റ്റാണ്. അപ്പോൾ ആ സ്ട്രെസ്സിൽ ചിലപ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ പറ്റും. അപ്പോൾ ഈ വരുന്ന ആളുകളുടെ അയാളുടെ അവസ്ഥയും അയാൾ കടന്നു പോകുന്ന ഇമോഷൻസും ഒക്കെ കൂടെ ശരിക്കും ഓഫീസിലൊരു മാനേജർക്ക് അറിയാൻ പറ്റണം ശരിക്കും. അപ്പോൾ ആ വ്യക്തിനെ മനസ്സിലാക്കിയിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളായിരിക്കണം അവിടുത്തെ മാനേജർ എന്ന് പറയുന്നത്. അതാണ് എനിക്ക് നേരത്തെ സാറ് പറഞ്ഞ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി. ശരിക്കും എന്താ പറയുക, എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളൊരു ഡൗട്ടാണ്, അതായത് ഒരു പ്രോപ്പർ ലീഡർ എന്തായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു പ്രോപ്പർ ലീഡർ ട്രെയിൻ ചെയ്തെടുക്കുന്നത്? ഇപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെ കുറഞ്ഞ ക്വാളിറ്റീസ് ഉള്ള ഒരാളായിരിക്കും, അങ്ങനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി. നിങ്ങൾ ഈ ലീഡർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു അയാളുടെ ഞാൻ അണ്ടർ
അല്ലെങ്കിൽ സബോർഡിനേറ്റ് എന്നൊന്നും ഞാൻ പറയില്ല. അയാളുടെ കളീഗ്, അയാളുടെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കളീഗ്, ഈ കളീഗിനെ ശരിക്കും ഇൻസ്പയർ ചെയ്യുന്ന ഒരാളായിരിക്കണം. ഇൻസ്പയർ ചെയ്യും. ഇപ്പോൾ ഞാനാണ് അജയുടെ അണ്ടറിൽ ജോലി ചെയ്യാൻ വരണമെന്ന് വിചാരിച്ചോ, അജയ് ശരിക്കും എന്നെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യണം. ഒന്നാമത്തെ കഴിവ്. 2, നിങ്ങൾ ശരിക്കും ഒരു ഇൻസ്പയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരിക്കണം നിങ്ങളുടെ ജോലിയിലെങ്കിലും അറ്റ്ലീസ്റ്റ്. ഇപ്പം ഇവിടെ ഒരു ക്യാമറ സെറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു, നിങ്ങൾ മൈക്ക് സെറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു, ലൈറ്റ് സെറ്റ് ചെയ്യുന്നത് കണ്ടു. സോ അപ്പോൾ നമുക്ക് അജയിൻ്റെ മുകളിലൊരു പാഷൻ കാണാൻ പറ്റും. അപ്പോൾ ഒരു ലീഡർ പാഷനേറ്റും കൂടി ആയിരിക്കണം. അപ്പോൾ ഈ പാഷൻ കാരണം ഞാൻ നിങ്ങളിൽ ഇൻസ്പയർഡ് ആകണം. ഇൻസ്പയർഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയണൊക്കെ ഞാൻ കേൾക്കും. അല്ലേ? ശരിയല്ലേ? അപ്പോൾ എനിക്ക് നിങ്ങളെ ഫോളോ ചെയ്യാൻ തോന്നുന്നു. എനിക്ക് ഇയാളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും. അതുപോലെ എൻ്റെ ഗോളുകൾ അതിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ് നടക്കും. എനിക്ക് എന്ത് കാര്യങ്ങളും ഇയാളോട് തുറന്ന് പറയാം എന്നുള്ള ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം ശരിക്കും ലീഡർ എന്ന് പറയുന്നത്. അങ്ങനെ ലീഡേഴ്സ് നമ്മൾ ചുറ്റിലും ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ ഒരുപാട് ഇപ്പോൾ പല സിനിമകളിലും കാണാൻ പറ്റും. ഇപ്പം കണ്ണൂർ സ്ക്വാഡ് സിനിമ കണ്ടിട്ടില്ലേ? അതിൽ അതെ, അതിൽ ചെറിയൊരു റോളുണ്ടായിരുന്നു. റോളെന്നല്ല, വളരെ ചെറിയ, പക്ഷെ അതൊരു എൻട്രി എന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ ഈ മമ്മൂക്കേൻ്റെ റോള് ഒരു നല്ലൊരു ലീഡർഷിപ്പ് കാണിക്കുന്ന ഒരു റോളാണ്. അതായത് അതിലുള്ള 2-3 ആളുകൾ തമ്മിൽ, ആക്ച്വലി 2 പേര് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അവർ വലിയ മിഷനിൽ പോകുമ്പോഴാണ് ഈ കോൺഫ്ലിക്റ്റ് അതിൻ്റെ പീക്കിലെത്തുന്നത്. അപ്പോൾ ഈ പ്രശ്നത്തിനെ സോൾവ് ചെയ്യുന്ന ഒരാൾ മമ്മൂക്ക. അപ്പോൾ മമ്മൂക്കയ്ക്ക് മാത്രം അത് ചെയ്യാൻ പറ്റും. കൂട്ടത്തിലുള്ള ബാക്കിയുള്ള ആളുകൾക്ക് അത് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഈ മമ്മൂക്കയ്ക്ക് മാത്രമേ ഇൻഫ്ലുവൻസിങ് കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ ആക്ച്വലി മമ്മൂക്കയ്ക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ അവരെ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ആ മിഷനെ ഇത് ബാധിക്കുമെന്ന് അറിയുമ്പോൾ മമ്മൂക്ക അതിലൊരു ക്യാരക്ടറിനെ അടിക്കുന്നുണ്ട്. ആ അടിയിൽ ഈ ക്യാരക്ടർ തിരിച്ചടിക്കണമെന്നില്ല, തിരിച്ചടിക്കാൻ പറ്റില്ല. ബിക്കോസ് ഹീ ഈസ് എ ലീഡർ. അയാൾ അതിനേക്കാളും വലിയൊരു പൊസിഷനിലിരിക്കണ, അതായത് മൈൻഡിൽ കേട്ടോ, ഡെസിഗ്നേഷൻ വൈസ് അല്ല, ആ ഒരു മൈൻഡിൽ വലിയൊരു പൊസിഷനിലിരിക്കണ ഒരാൾ. അപ്പോൾ അയാളോട് തിരിച്ച് പറയാൻ പോലും പറ്റില്ല. ആ ബഹുമാനവും സ്നേഹവും ഒക്കെ ഉള്ളിലുള്ളതാണ്. അല്ല ചിലപ്പോൾ തിരിച്ചു തല്ലും. അപ്പം നമ്മുടെ നാട്ടിലെ പല മാനേജേഴ്സിനെ ലീഡേഴ്സിനെ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ താഴെയുള്ളവന്മാർ തല്ലും. അങ്ങനെയുണ്ട്, പല സ്ഥലങ്ങളിലും കണ്ടിട്ട്. ഇപ്പോൾ റിസൈൻ ചെയ്ത് പോകുമ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ഇവൻ്റെ കരണവറ്റിക്ക് 2 കൊടുത്തിട്ട് പോകുന്നുള്ളൂ എന്ന് പറയുന്ന ആളുകൾ കുറേ പേരെ ഞാൻ കണ്ടിട്ട്. അപ്പോൾ അവിടെയാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ശരിക്കും എന്താ പറയുക, ഇൻസ്പയർ ചെയ്യുന്ന ഒരാളായിരിക്കും ലീഡർ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ജോലിയിൽ നിങ്ങളൊരു എക്സ്പേർട്ടായിരിക്കണം. നിങ്ങൾ ഇൻ ആൻഡ് ഔട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്ന, വളരെ പാഷനേറ്റായിട്ട് ഇതിൻ്റെ പുറകെ നടന്ന് കൂടി അതിനെ പഠിച്ച് അതിൻ്റെ ഒരു എക്സ്പേർട്ട് ലെവൽ, മാസ്റ്റർ ലെവലിലെത്തിയ ഒരാളായിരിക്കണം ലീഡർ. കാരണം നിങ്ങൾ താഴത്തെ ഒരാളെ കൊണ്ട് ഇത് പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോൾ അയാൾ പറയും ഇയാൾക്ക് ഈ പണിയൊന്നും അറിയില്ലല്ലോ, എന്നിട്ട് ഇയാൾ എന്നെ പഠിപ്പിക്കാൻ വരണമെന്ന് ഈ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങളിത് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ലീഡർ എന്ന് പറയുന്നത് അയാളുടെ ജോലിയിൽ മാസ്റ്റർ ആയിരിക്കണം ഒന്നാമത്. 2 ഒരു ഇൻഫ്ലുവൻസിങ് കപ്പാസിറ്റി വേണം, ഇൻസ്പയർ ചെയ്യാനുള്ള കഴിവുള്ള ആയിരിക്കണം. ആഫ്റ്റർ ഓൾ അയാൾ നല്ല വെൽ ഗ്രൂംഡ് ആയിരിക്കണം, നല്ല ബിഹേവിയർ ഉണ്ടായിരിക്കണം. പക്ഷെ അതേസമയം മുമ്പിൽ നിന്ന് നയിക്കാനുള്ള ഒരു കമാൻഡിങ്ങുള്ള ഒരാളും കൂടെ ആയിരിക്കണം. ശരിക്കും എന്താ പറയുക, നമ്മുടെ ഇപ്പോൾ ഒരു മാനേജർ ആണെങ്കിൽ പോലും ആ ഒരു പേരിനപ്പുറത്തേക്ക് ആളുടെ പേഴ്സണാലിറ്റിക്ക് വരെ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ്, ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾ ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ കാറ് 200 കിലോമീറ്ററിൽ ഓടിച്ചിട്ട് പറക്കണ ഒരാൾ അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മുടെ റോഡില്ല, റേസ് ട്രാക്കിലല്ല ഞാൻ പറയണത്. അല്ലെങ്കിൽ രാത്രി 2 അടിച്ച് രാവിലെ ലേറ്റായിട്ട് ഓഫീസിൽ വരുന്ന, ബോഡിയൊന്നും നന്നായിട്ട് നോക്കാത്ത, ഫിറ്റ്നസ് നോക്കാത്ത, അല്ലെങ്കിൽ നല്ല ഡിസിപ്ലിൻ ഇല്ലാത്ത, സമയത്തെത്താത്ത ഒരാളൊരിക്കലും നല്ല ലീഡറല്ല. അയാൾക്ക് ചിലപ്പോൾ നല്ല സ്കില്ലുകൾ ഉണ്ടാവുമായിരിക്കും, പക്ഷേ ദ അതർ പാർട്ട് ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ ഇതെല്ലാം വേണം. അതിങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഒന്നും ഡെവലപ്പ് ആവില്ല. അപ്പം നിങ്ങൾ ലീഡറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ നിങ്ങളൊരു ഗോൾ വെക്കണം. ഞാൻ ഇത്ര സമയം ആകുമ്പോഴേക്കും ഞാൻ ഇന്ന പൊസിഷനിലെത്തണം. അപ്പോൾ അതിലേക്ക് എത്തണമെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ദെൻ ഐ വിൽ ബിക്കം ലീഡർ ആവണമെന്നുണ്ടെങ്കിൽ ശരിക്കും ആളെന്നെ ആളുടെ ഒരു ഇത് ചെക്ക് ലിസ്റ്റ് വെക്കുന്നതായിരിക്കും. അബ്സല്യൂട്ട്ലി. ഇതിനൊക്കെ മാറ്റങ്ങൾ വരുന്നത്. യെസ്, അബ്സല്യൂട്ട്ലി. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കാണ്
നല്ല ലീഡറാകാൻ പറ്റും. ഈ ലീഡേഴ്സാണ് ശരിക്കും ഓർഗനൈസേഷനൊക്കെ റൺ ചെയ്ത് വലിയ പൊസിഷനിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ ഇഷ്ടംപോലെ ഓൺട്രപ്രണേഴ്സിനൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ട്രെയിനിങ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഓൺട്രപ്രണേഴ്സ് ഒരു ഡൗൺ ദ ലൈൻ ഒരു മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. കാരണം ഇത് ഒരു ടീമിനെ ഏൽപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവരിത് നടപ്പിലാക്കണുണ്ടോ എന്നുള്ളത് ഓൺട്രപ്രണേഴ്സിൻ്റെ ഏറ്റവും വലിയ പെയിനാണ്. ഞാൻ ഇത്ര സ്പെൻഡൊക്കെ ചെയ്ത് ഇൻഫ്രയൊക്കെ ഉണ്ടാക്കി ട്രെയിൻ ചെയ്ത് ഇവർ ഇതിനെ കൊളാക്കുകയാണല്ലോ എന്നുള്ളൊരു ചിന്ത മിക്ക ഓൺട്രപ്രണേഴ്സിനും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ എംപ്ലോയീസ് ഈ വ്യക്തിയുടെ മിഷനോ അല്ലെങ്കിൽ വിഷനോ ആയിട്ട് അലൈൻ ആകില്ല. അപ്പോൾ ഈ രണ്ടുപേരുടെയും ഗോള് ഒന്നായി മാറുമ്പോൾ അവിടെ വലിയ കമ്പനികൾ ജനിക്കും, വലിയ ഓർഗനൈസേഷൻസ് ജനിക്കും, വലിയ കുടുംബങ്ങളുണ്ടാവും. അപ്പോൾ ഓരോ കുടുംബങ്ങൾക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടാവും അല്ലേ. വളരെ പീസ്ഫുള്ളായിട്ട് പോകാൻ പറ്റുന്ന ഒരു കുടുംബം. പക്ഷേ അതിൽ ഒരാൾ ഇങ്ങനെ ഫ്രിക്ഷൻ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ ഇതിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന അവിടെ ഒരു സീനിയർ ആയിട്ടുള്ള ഒരാൾ, അയാളും ഈ പറഞ്ഞ പോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കണം. അപ്പോൾ ആഫ്റ്റർ ഓൾ പറഞ്ഞു കഴിഞ്ഞത് കമ്പനികൾ മാത്രമാണ്, നമ്മളെ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ലൈഫും ശരിക്കും നമ്മുടെ ലൈഫ് തന്നെയാണ് സത്യം പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കേണ്ടത്. ഏതൊരു എംപ്ലോയിയുടെ ലൈഫും, അതായത് അവരുടെ പേഴ്സണൽ ലൈഫ് വരെ. കാരണം ഇതുമായിട്ട് അവരുടെ വിഷനാണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വർക്ക് എക്സ്പീരിയൻസ് വരെ ആ ഒരു പേഴ്സണൽ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് വന്നിട്ടുള്ള വേറൊരു ഡൗട്ടായിരുന്നു. അതായത് ഇപ്പം സാറ് പറഞ്ഞല്ലോ, അതായത് ഇപ്പം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അത്രയ്ക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാൾ നമ്മുടെ കമ്പനിക്ക് ഒരു എംപ്ലോയി അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരു കട്ട് ഓഫ് പോയിന്റ് ഉണ്ടാവില്ലേ, ആളെ ഒഴിവാക്കണം എന്നുള്ളൊരു പോയിന്റ്, അങ്ങനെ ഡിസിഷനൊക്കെ എടുക്കുന്നത് അതിനെ പറ്റിയിട്ടൊക്കെ ഒരു ക്ലാരിറ്റി കുറച്ച് കിട്ടിയാൽ. തീർച്ചയായിട്ടും. ഇപ്പോൾ ഇത് ശരിക്കും റിക്രൂട്ട്മെൻ്റ് എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ റിക്രൂട്ട് ചെയ്യുന്ന ഒരാളെ നമ്മൾ മിനിമം ഒരു സ്ക്രീനിങ് ഒക്കെ നടത്തണം. ഇപ്പോൾ നമ്മൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ആറ്റിറ്റ്യൂഡ് ടെസ്റ്റും എന്നൊക്കെ ടെസ്റ്റുകൾ ഒരുപാട് ഫോർമാറ്റ്, ഇപ്പോൾ AI ഉള്ളത് കൊണ്ട് എന്തും കിട്ടും. അപ്പോൾ ഈ ടെസ്റ്റുകൾ നടത്തിയിട്ട് അതിൻ്റെ അകത്ത് കിട്ടുന്ന റിസൾട്ടും കൂടെ നമ്മൾ റെഫറൻസിന് എടുക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ട് അത് പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്യണം. പക്ഷേ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന ഇൻപുട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് റെഫറൻസിന് വെക്കാൻ പറ്റും. പിന്നെ ഇയാൾ മുമ്പ് ജോലി ചെയ്തിട്ടുള്ള സ്ഥലത്തുള്ളൊരു ഹിസ്റ്ററി ചെക്ക് നമുക്ക് ഡെഫിനറ്റ്ലി അറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് വലിയ പാടൊന്നുമില്ല കിട്ടാൻ. അത് നമുക്ക് റെഫറൻസിൽ വെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാസ്റ്റ്, ഒരു വ്യക്തിയുടെ പാസ്റ്റ് ഇതിന് ഒരാളുടെ ഫ്യൂച്ചറിനെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതിലേക്ക് ഞാൻ പുറകെ വരാം. പിന്നെ ഇയാളുടെ നിന്ന് കിട്ടുന്ന എന്താ പറയുക ഔട്ട്പുട്ട് കമ്പനിക്ക് കിട്ടുന്നത്, അത് എപ്പോഴും നമ്മൾ KPI എന്നൊക്കെ പറയും, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്. മെഷർ ചെയ്യാൻ പറ്റുന്ന എന്തിനേയും നമ്മൾ KPI എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഒരാൾ സെയിൽസ് ടാർഗറ്റ് ആയിക്കോട്ടെ, ഇപ്പോൾ നിങ്ങൾ വീഡിയോ ക്യാപ്ചറിങ് ഒരു മാസം 30 വീഡിയോ ക്യാപ്ചർ ചെയ്യണം, അല്ലെ 20 നമ്പേഴ്സ് വീഡിയോസ് ക്യാപ്ചർ ചെയ്യണം, അതിൽ 25 എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര നമ്പർ ഓഫ് വീഡിയോസ് ഔട്ട് ചെയ്യണം. ഇതൊക്കെ ആയിരിക്കുമല്ലോ നമ്മളെ ടാർഗറ്റുകൾ എന്ന് പറയുന്നത്. അതാണ് KPI എന്ന് പറയുന്നത്. അതിനെ നമ്മൾ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അത് അച്ചീവ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ ഇതിൻ്റെ വിൽ പാർട്ടാണ് നേരത്തെ പറഞ്ഞത്. ഇയാൾക്ക് ഈ ജോലി ചെയ്യാനുള്ള മനസ്സ് ശരിക്കും ഉണ്ടോ എന്നുള്ളതാണ്. അയാൾ താല്പര്യമില്ലാതെയാണ് അത് ചെയ്യണമെങ്കിൽ, അയാളുടെ ലക്ഷ്യങ്ങൾ വേറെ പലതും ആണെങ്കിൽ അയാൾ കുറേ കാലം നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ അയാൾ ഈ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴും നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇത് റൈറ്റ് പൊസിഷനാണ്. അപ്പോൾ കാരണം ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി ബാക്കിയുള്ളവരെയും കൂടെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ ഓർഗനൈസേഷൻ കൊള്ളില്ല, ഇവർ സമയത്ത് പേ തരില്ല. പക്ഷേ ബാക്കിയുള്ളവർക്ക് കംപ്ലൈൻറ്റുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആളുകൾ പെട്ടെന്ന് നെഗറ്റീവിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. ഈ വ്യക്തിക്ക് ബാക്കിയുള്ളവരെ അട്രാക്ട് ചെയ്യിക്കാൻ ഈസിയാണ്, ബിക്കോസ് ഇറ്റ്സ് നെഗറ്റീവ്. ഇപ്പം ഞാൻ അജയിനെ കൊണ്ടിട്ട് ഒരു നെഗറ്റീവ് പറഞ്ഞാൽ അജയ് ശരിയല്ലോ, ഇന്നലെ രാത്രി അയാൾ കള്ളു കുടിച്ചിട്ട് കിടക്കണേ ഞാൻ കണ്ടല്ലോ, അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഇങ്ങനെ കിടന്നിങ്ങനെ എഴയുന്നുണ്ടായിരുന്നു എന്ന് ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കേൾക്കാൻ ഭയങ്കര രസമായിരിക്കും. അതെ അജയ് കാണാൻ നല്ല ജെന്റിൽമാൻ ആണല്ലോ, പക്ഷേ ആണോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ ആളുകൾക്ക് അത് കേൾക്കാനും അതിനെപ്പറ്റി ചർച്ച ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇത് ഓർഗനൈസേഷന് ത്രെട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ പല സ്റ്റേജുകളുണ്ട് HR ഫോളോ ചെയ്യുന്ന. നമുക്ക് ആദ്യം ഒരു നോട്ടീസ് കൊടുക്കാം, പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് പ്ലാനിലേക്ക് ഇടപെടാം. അതായത് ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾ കുറവുണ്ട്, ഇമ്പ്രൂവ് ചെയ്യാൻ ഇപ്പോഴും സ്കോപ്പുണ്ട്, എന്തൊക്കെയാണ് നമ്മുടെ കൺസേൺസ്, ലെറ്റ്സ് ഡിസ്കസ്. അതിൻ്റെ അത് നമ്മൾ
പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ അതിനൊരു കൗണ്ടർ ആക്ഷൻ എടുക്കണം, അതിനൊരു 1 month ടൈം ഫ്രെയിം കൊടുക്കുന്നു. ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് വേറെ പ്രശ്നങ്ങളല്ല, പലപ്പോഴും ഇമോഷണൽ ഇഷ്യൂസ് ആയിരിക്കാം, ചില വില്ലിങ്നെസ്സിൻ്റെ പ്രശ്നമായിരിക്കാം, നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ പ്രോബ്ലംസ് ആയിരിക്കാം. അതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ നമ്മുടെ ലീഡേഴ്സിന് പറ്റുമെങ്കിൽ അയാൾ നമുക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. പലപ്പോഴും എന്താ, ഒരാളൊരു പ്രശ്നം ഉണ്ടാക്കി, ഒരു ഓഫീസിൽ നിന്ന് ഒരു ബഹളം വെച്ചു, ഒരൊറ്റ കാരണം കൊണ്ട് അയാൾ ടെർമിനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോഴും പറഞ്ഞ ഓഫീസിൽ ബഹളം വെക്കുന്നതിന് ശരിക്കും മാനേജേഴ്സിനും അതിന് ഉത്തരവാദിത്തമുണ്ട്. ആ വ്യക്തി പ്രശ്നം ഉണ്ടാക്കുന്നതിൽ എന്തോ ഒരു കാരണമുണ്ട്, അത് മുമ്പേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, കൗണ്ടർ ആക്ഷൻസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു പൊട്ടിത്തെറി അവർ അതിലേക്ക് പ്രോബ്ലത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു വേരിയസ് സ്റ്റേജസ് ഉണ്ട്, അത് വെച്ച് തന്നെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോഴും അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പോലും ഭാവിയിൽ ഇയാൾ നമ്മളെ കമ്പനിക്കൊരു ത്രെട്ടൊന്നും ആകാൻ പാടില്ല. കാരണം അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പം പോലും വളരെ മാന്യമായിട്ട് നല്ല രീതിയിൽ ഹായ് ബൈ പറയാൻ പറ്റുന്ന രീതിയിൽ വേണം പറഞ്ഞു വിടാൻ. അത് പറഞ്ഞു വിടുന്നതായിട്ട് പോലും അയാൾക്ക് തോന്നാൻ പാടില്ല. അയാളുടെ റൈറ്റ് പ്ലേസ് അല്ല അത്. അയാൾക്ക് പറ്റുകയാണെങ്കിൽ അയാൾക്ക് വേറൊരു സ്ഥലത്തൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാൻ ഹെൽപ്പും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അത് നല്ല മനോഹരമായിട്ട് അവസാനിക്കും. അതർവൈസ് ഇത് ലോങ് ടേം ഇയാൾ ഈ കമ്പനിയുടെ സീക്രട്ട് പറ്റുമോ പലരോടും പറയുമോ, അങ്ങനെയൊന്നുമില്ല. ഈ സീക്രട്ട് അങ്ങനെ സീക്രട്ടൊന്നും ഇല്ല. എല്ലാ സീക്രട്ടും ഇപ്പോൾ പബ്ലിക്കിൽ അറിയാം, ഒരു എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് ആളുകൾ അറിയാം. അപ്പോൾ സീക്രട്ട് ചോർന്ന് പോവുക അങ്ങനെയൊന്നുമില്ല. ഒരാളെ റിലീവ് ചെയ്യുമ്പോൾ പോലും മാന്യമായിട്ട് നല്ല രീതിയിൽ നല്ല സുഹൃത്തുക്കളെ പോലെ. കാരണം ഇത് കഴിഞ്ഞ് നമ്മൾ ഏത് കണ്ടീഷനിലാണ് പുറത്തുനിന്ന് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ആഫ്റ്റർ ഓൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ പോലും, അല്ലെങ്കിൽ നമ്മളൊരു ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ റിട്ടയറൊക്കെ ചെയ്യും, അപ്പോഴും സൊസൈറ്റിയിൽ നമ്മളുണ്ട്. ഈ വ്യക്തി ചിലപ്പോൾ നമ്മളെക്കാളും ഗ്രോ ചെയ്തിട്ടുണ്ടാവും, അയാളെ ചിലപ്പോൾ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതൊക്കെ നമ്മൾ പരിഗണിക്കണം. ശത്രുത ഒരിക്കലും നല്ലതല്ല. സാർ, നമ്മളല്ലേ ഒരു ഡേ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത്, ആ ഒരു ഡേൻ്റെ സ്റ്റാർട്ടിനനുസരിച്ചിരിക്കും ആ ഒരു ദിവസം നമുക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാം സാറിൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ? നമ്മളൊരു ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പ്രീവിയസ് ഡേ വളരെ ക്രൂഷ്യലാണ്. ആ ദിവസം നിങ്ങൾ ലേറ്റായിട്ട് ഉറങ്ങേണ്ടി വന്ന സാഹചര്യം വന്നാൽ പോലും നിങ്ങളൊരു പ്ലാന് നമ്മളെ കയ്യിൽ വേണം. അത് പ്ലാൻ മനസ്സിലുണ്ടായാൽ പോരാ, അത് നമ്മളൊരു ബുക്കിലേക്ക് മാറ്റണം, ഒരു ഡയറിയിലേക്കോ അല്ലെങ്കിൽ ഫോണിലെ ഒരു നോട്ട് പാഡിലോ നമ്മളത് മാറ്റണം. നാളെ ഞാൻ ചെയ്യാൻ പോണ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ന് എഴുതി വെക്കണം. ബിഫോർ യു സ്ലീപ്പ്, കിടക്കുന്നതിന് മുമ്പ് ഒരു 2 തവണയെങ്കിലും അതൊന്ന് വായിച്ച് നോക്കണം. സോ നിങ്ങൾ പോലും അറിയാതെ ഈ പ്ലാന് ബ്രെയിന് പ്രിപ്പയർ ചെയ്യുന്നത് കാണാൻ പറ്റും. രാവിലെ എഴുന്നേറ്റിട്ട് വീണ്ടും ഞാൻ രാവിലെ പറഞ്ഞാൽ 6 മണിക്കെങ്കിലും എഴുന്നേക്കണം. ഒരാളൊരു 7 മണിക്കൂർ എങ്കിലും ഉറങ്ങാൻ ശ്രമിക്കണം. അപ്പോൾ രാവിലെ 6 മണിക്കാണ് ഞാൻ എഴുന്നേക്കണമെന്ന് വിചാരിക്കും. എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഉടനെ ചെയ്യേണ്ടത് നമ്മളെ ഹെൽത്ത് കെയർ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ആളുകൾ ഹെൽത്തിൻ്റെ കാര്യത്തിൽ അത്ര കോൺഷ്യസ് അല്ല. അപ്പം നിങ്ങൾക്ക് വളരെ ഫിറ്റായിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ പോലും ഫിറ്റായിട്ടുള്ള ഒരു ശരീരവും കൂടെ വേണം. കാരണം ഒരു സർട്ടൺ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ശരീരമൊക്കെ നമുക്ക് തിരിച്ച് പണി തന്നു തുടങ്ങും. കാരണം നമ്മൾ ക്യാരി ചെയ്ത സ്ട്രെസ്സും നമ്മളുടെ വർക്ക് ലൈഫും അല്ലെങ്കിൽ നമ്മളെ ഫുഡ് ലൈഫും ഫുഡ് ഹാബിറ്റ്സും ഒക്കെ നമുക്ക് തിരിച്ച് പണി തന്നു തുടങ്ങും. അപ്പോൾ ഹെൽത്ത് നന്നായിട്ട് നോക്കണം. പേഴ്സണൽ കെയർ വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ആദ്യം ഞാൻ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത്, രാവിലെ നിങ്ങൾ 6 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം ഉടനെ കുടിക്കുക. ബിക്കോസ് ഒരു 6-7 മണിക്കൂർ നിങ്ങൾ വെള്ളം കുടിച്ചിട്ടേ ഇല്ല, ബിക്കോസ് ഡീഹൈഡ്രേഷൻ സംഭവിക്കും. സോ അപ്പോൾ ഹൈഡ്രേറ്റ് ചെയ്യണം എന്നുള്ളത് ആദ്യം. പിന്നെയാണ് നമ്മൾ അടുത്ത ആക്ടിവിറ്റീസിലേക്ക് കിടക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് ഒരു ബ്ലാക്ക് ടീയോ ലൈറ്റായിട്ട് ബ്ലാക്ക് ടീയോ ഒരു ബിസ്ക്കറ്റോ കഴിക്കുക. ബിക്കോസ് വയറ്റിൽ ഗ്യാസ് ഫോം ചെയ്യുന്നത് ഒഴിവാക്കും. ഈ ഗ്യാസ് ഫോം ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ ജോലിനെ ഹോൾ ഡേ ബാധിക്കാറുണ്ട്. എനിക്ക് അജയ്ക്ക് എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് അറിയില്ല. പല ആളുകളും ഈ സ്ട്രെസ്സിൽ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാറില്ല. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ആ സമയത്ത് ലൈറ്റായിട്ടൊരു റിഫ്രഷ്മെൻറ്റ് കഴിച്ചാൽ ഈ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ഒഴിവായി കിട്ടും. ആ ഫുൾ ഡേനെ അല്ലെങ്കിൽ അത് ബാധിക്കും. ഓക്കെ, നിങ്ങൾ ഒരു കാര്യവും സമയത്ത് ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊരു മീറ്റിങ്ങിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് എഴുന്നേറ്റ് പോകേണ്ടി വരും, അതിനൊരു കട്ട് ഉണ്ടായി പോകും. പിന്നെ നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല, ഡിസ്കഷൻ്റെ ഇടയ്ക്ക് മാറിപ്പോവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലൂടെ ഞാൻ വളരെ മൈക്രോ ലെവലിലേക്ക് പോകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒരു ഡേ എങ്ങനെ എഫക്റ്റീവായിട്ട് തുടങ്ങുക നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. ഓക്കെ. അടുത്തത്, നിങ്ങൾ ഈ വെള്ളം കുടിച്ചു, നിങ്ങൾ ചായ കുടിച്ചു, കുറച്ച് സമയം നിങ്ങളൊരു വർക്കൗട്ടിന് മാറ്റി വെക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യേണ്ടത് ശരിക്കും ഒരു മെഡിറ്റേഷനിലൂടെയാണ്. ഒരു 5 മിനിറ്റ് നിങ്ങളെ സ്വയം ഒന്ന്
എല്ലാത്തിൽ നിന്നും മാറ്റി വെച്ച് ഫോണൊന്നും എടുക്കരുത് ഈ സമയത്തിനിടയ്ക്ക് കേട്ടോ. ഈ സമയത്ത് എഴുന്നേറ്റ ഉടനെ നമ്മൾ ഈ ഫോൺ എടുക്കുന്ന സ്വഭാവമാണ് മറ്റു പലർക്കും അല്ലേ. എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിലാണ്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ആദ്യം കാണുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്തും ആകാം, ചിലപ്പോൾ അത് വർഗീയതയുള്ള വിഷയമാകാം, അല്ലെങ്കിൽ വേറൊരാളുടെ കുറ്റം പറയുന്ന ഒരു വീഡിയോ ആകാം, അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന വേറൊരു വീഡിയോ ആകാം, ചിലപ്പോൾ ഒരു കൊലപാതകം നടക്കണമാകാം, ഒരു ആക്സിഡൻറ്റ് നടക്കുന്നു. ഈ ആദ്യം കാണുന്ന കാഴ്ചകൾ നിങ്ങൾ ആ ദിവസം മുഴുവനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പം ഇൻസ്റ്റാഗ്രാമെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയ അത് എഴുന്നേറ്റ ഉടനെ നോക്കുന്ന പരിപാടി ഒഴിവാക്കാം, മാറ്റി വെക്കണതാണ് നല്ലത്. എന്നിട്ട് ഈ 5 മിനിറ്റ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒന്നുമല്ല, നിങ്ങൾ വളരെ സൈലൻ്റ് ആയിട്ടൊരു സ്ഥലത്ത് പോയിട്ട് ഇരിക്കുക, വളരെ കാമായിട്ടിരിക്കുക, നിങ്ങൾ ബ്രീത്ത് ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ചുറ്റിലുള്ളത് പലതും കേൾക്കുന്നുണ്ടാവും, പല ബഹളങ്ങളുണ്ടാവും, പക്ഷേ അതൊക്കെ വന്ന് പൊക്കോട്ടെ, നിങ്ങളതിനെ മൈൻഡ് ചെയ്യണ്ട, അതിൻ്റെ പുറകെ പോകണ്ടെന്നാൽ മതി. കേട്ടത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് ഫോക്കസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കുക, റിലീസ് ചെയ്യുക, ഡീപ്പ് ബ്രീത്ത് എടുക്കുക, റിലീസ് ചെയ്യുക. ഒരു 5 മിനിറ്റ്സ് നമ്മൾ അതിന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡേ വളരെ നന്നായിട്ട് തുടങ്ങാൻ പറ്റും. പിന്നെ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളുടെ ഫിറ്റ്നസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഫിറ്റായിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കോൺഫിഡൻസ് താനെ വരും. ഓക്കെ, ഒരു പരിധിവരെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഈ വർക്കൗട്ടിന് വേറെയും കുറേ എന്താ പറയുക ഇമ്പാക്റ്റ് നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റും. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ബേസിക്കലി കെമിക്കൽസാണ്, അല്ല ഈ ഹാപ്പി ഹോർമോൺസൊക്കെ കിട്ടില്ലേ, ഇതൊക്കെ ജനറേറ്റ് ചെയ്യുന്നത് ഈ വർക്കൗട്ടുകളൊക്കെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിനൊരു അരമണിക്കൂർ അതിന് സമയം മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ 6 മണിക്ക് എഴുന്നേറ്റു, വെള്ളം കുടിച്ചു, ചായ കുടിച്ചു, 6:15 ഒരു 5 മിനിറ്റ് മെഡിറ്റേഷൻ, 6:20 ബാക്കിയുള്ള അരമണിക്കൂർ നിങ്ങൾ വർക്കൗട്ട് ചെയ്യും. എന്തായാലും 7 മണിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ പരിപാടികളൊക്കെ തീരും. ഓക്കെ, എന്നിട്ടൊരു 10 മിനിറ്റ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും നല്ലൊരു ബുക്ക് വായിക്കാം. ലൈഫ് ചേഞ്ചിങ് ബുക്കുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈബ്രറികളിൽ നിന്ന് കിട്ടും. ഇതൊന്നും കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു 10-15 മിനിറ്റ് ഒരു നല്ലൊരു പുസ്തകം വായിക്കാൻ ശ്രമിക്കാം. അപ്പോൾ റീഡിങ് ഹാബിറ്റ് അത് ഇമ്പ്രൂവ് ചെയ്യും, നല്ല വൊക്കാബുലറി അതിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ആയിരിക്കണം നിങ്ങൾ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത്. ആ ദിവസത്തെ പ്ലാനിങ് ഞാൻ കഴിഞ്ഞ ദിവസം എഴുതി വെക്കാൻ പറഞ്ഞ ആ പ്ലാൻ ഒന്നും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഒരു 5 മിനിറ്റ് അതിന് മാറ്റി വെച്ചു. വീണ്ടും നമുക്ക് സമയമുണ്ട്, ഗോ ഫോർ ബാത്ത്. ഓക്കെ, ഒരു കുളി കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് 8 മണിയായി. നിങ്ങൾക്ക് ഓഫീസിലേക്ക് പോകാൻ അരമണിക്കൂർ സമയമുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അപ്പോൾ നിങ്ങളൊരു ദിവസം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് തുടങ്ങി. ഓക്കെ, അത് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. നമുക്ക് ഭയങ്കര മനസ്സിനൊരു തൃപ്തി തോന്നി, നമുക്ക് ഫിസിക്കലി ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആ ഒരു ദിവസം കൊണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ആ ദിവസം ഓരോ ദിവസവും നമുക്ക് ഇമ്പോർട്ടൻ്റ്. ലൈഫിലെ ഓവറോൾ ഡേ കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ 25,000 ദിവസമൊക്കെ ഉള്ളൂ നമുക്ക്. ആ ഒരു ദിവസം എഫക്റ്റീവ് ആയി കഴിഞ്ഞാൽ അത് ഹോൾ വീക്കിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും, ഹോൾ മന്ത്, ഹോൾ ഇയർ. അങ്ങനെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കും, പക്ഷേ ഉറങ്ങുന്ന സമയം ഭയങ്കര വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു 7-8 മണിക്കൂറെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ അതേപോലെ ഇപ്പം ഭയങ്കര സ്ട്രെസ് ആയിട്ടുള്ള ഒരു ഓഫീസിൽ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക്, ഇപ്പം സാറ് നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ആ ഒരു എന്താ പറയുക ഡേൻ്റെ ഒരു ചേഞ്ചോ, അല്ലെങ്കിൽ അവർക്ക് തന്നെ എന്താ പറയുക അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് എന്നുള്ള രീതിയിലൊക്കെ എങ്ങനെ ഒരു സെൽഫ് ബിൽഡ് ചെയ്യാനുള്ള കരിയർ ഗോൾസൊക്കെ ചെയ്യുന്നതിനെ പറ്റിയിട്ട്. അതായത് ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും, ആൾക്ക് വേറെ ഒരു കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ആൾക്ക് വേറെ കുറേ അംബീഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിലേക്കൊക്കെ എങ്ങനെ ഒരു ഓക്കെ, തീർച്ചയായിട്ടും. ഈ ഒരാൾ ഒരു വ്യക്തി ഒരു ജോലി സ്ഥലത്തേക്ക് ജോലി ചെയ്യാൻ വരുമ്പോൾ അയാളുടെ ലക്ഷ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആവും. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള പല ആളുകളിലും ഒരു എന്താ പറയുക ലക്ഷ്യം, അല്ലെങ്കിൽ ലക്ഷ്യബോധം, ഗോള്, അത് പലരിലും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ലക്ഷ്യബോധത്തോടെ ജോലി ചെയ്തിട്ടുള്ള ആളുകളെല്ലാം വലിയ പൊസിഷനിൽ നല്ല ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ട്, നല്ല പേ വാങ്ങുന്നുണ്ട്, അതുപോലെ നല്ല ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിക്ക് ആദ്യം വേണ്ടത് ലക്ഷ്യബോധമാണ്. ഇപ്പം എനിക്ക് ഇവിടുന്ന് ബാംഗ്ലൂർക്ക് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം ബാംഗ്ലൂർ പോകണമെന്ന് തീരുമാനിക്കണം. കറക്റ്റാണ്, ബാംഗ്ലൂർ പോകണമെന്ന് തീരുമാനിച്ചാൽ ഞാൻ കോഴിക്കോട്ടേക്ക് വന്നിറങ്ങിയിട്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ ആദ്യം ആ ലക്ഷ്യം ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഇനി ഈ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ സ്മാർട്ട് ഗോൾ എന്നൊക്കെ പറയും. അത് വളരെ സ്പെസിഫിക് ആയിരിക്കണം, അത് അളക്കാൻ പറ്റുന്നതായിരിക്കണം, അതുപോലെ അതൊരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കണം. ഓക്കെ, അത് നിങ്ങൾക്ക് റെലവൻ്റ് ആയിരിക്കണം, നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം കൂടി ആയിരിക്കണം, വെറുതെ ഒരു ഗോളല്ല. അപ്പോൾ ഈ ലക്ഷ്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ അതിനു വേണ്ടി ജോലി ചെയ്യും. ഓക്കെ, അപ്പോൾ ലക്ഷ്യം അത്രത്തോളം തീവ്രമായിരിക്കണം.
അപ്പോൾ ഈ ലക്ഷ്യത്തിൻ്റെ പുറകെ നമ്മൾ പോകാനുള്ള ശ്രമങ്ങൾ ഓരോ സ്റ്റെപ്പിലും നടത്തും. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ഫിലിം ആക്ടർ, അയാളുടെ പോലൊരു ഫിറ്റ്നസ് എനിക്ക് വേണം, അയാളുടെ പോലെ ഒരു ഫിസിക്ക് എനിക്ക് ഉണ്ടാക്കിയെടുക്കണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അയാൾ ഫോളോ ചെയ്യുന്ന ഫുഡിനെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കും, അയാൾ ഫോളോ ചെയ്യുന്ന റൂട്ടീനെ അയാൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കും, അതുപോലെ അയാളുടെ ലൈഫ് സ്റ്റൈലിനെ നമ്മൾ ഫോളോ ചെയ്യാനുള്ള ശ്രമം. അപ്പോൾ അത് ഓരോ രീതിയിലും വളരെ മൈന്യൂട്ടായിട്ട് നിങ്ങൾ ആക്ഷൻ എടുത്തു തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഗോള് ഉറപ്പിച്ചു, പിന്നെ അതിന് ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കുക, കുഞ്ഞ് ആക്ഷൻസാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പോർട്സ് ബൈക്ക് വാങ്ങണം, നിങ്ങൾ നേരെ സ്പോർട്സ് ബൈക്കിലേക്ക് പോകണ്ട, ഒരു എൻട്രി ലെവൽ ഒരു സ്പൂഫ് സ്പോർട്സ് ബൈക്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ കയറുമ്പോൾ ആദ്യത്തെ ഗോൾ അച്ചീവ്. അപ്പോൾ ഈ ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും ഇത് ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ടോ. സോ ദിസ് ഈസ് അച്ചീവബിൾ, ഐ ക്യാൻ ഡു സോ മെനി തിങ്സ് ലൈക്ക് ദിസ് എന്നുള്ളൊരു ഫീല് വരും. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് പറ്റുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പടി തുടങ്ങും. ഇങ്ങനെ എല്ലാവരും ലക്ഷ്യങ്ങൾ വെച്ചിട്ട് അതിൻ്റെ പുറകെ പോവാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ലോകം ഭയങ്കര ബ്യൂട്ടിഫുള്ളാവും. സത്യം അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ ഭയങ്കര ആർക്കും ആരോടും ജലസോ അതൊന്നും ഉണ്ടാവില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഈ ലോകത്തുണ്ട്. കാരണം എല്ലാവരും ഡിഫറെൻ്റ്ലി സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ഒരു പോസിറ്റീവ് സൈഡ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും അതിൽ ഫോക്കസ് ചെയ്തിട്ട് അവരുടെ ഒരു ഗോൾ, അല്ലെങ്കിൽ ഇത്ര കാലത്തിന് ശേഷം അവരെ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു, അവർ ഗോൾ സെറ്റ് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ട് ചെറിയ ആക്ഷൻസ് എടുത്ത് തുടങ്ങുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ലൈഫ്. കറക്റ്റ്. അപ്പോൾ ഈ ചെറിയ ചെറിയ നേട്ടങ്ങളെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം, ആഘോഷിക്കണം. അപ്പോൾ എനിക്ക് ഒരു 10 lakh rupees എനിക്ക് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു 1 lakh, 1 lakh ഒരു എൻട്രി ലെവലിലുള്ള ഒരാൾ, അയാൾക്ക് 1 lakh ഉണ്ടാക്കാൻ ഒരു വർഷം സമയമുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനെ നമ്മൾ 12 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 8,000 rupees, 8,500 rupees ഒരു മാസം ഉണ്ടാക്കിയാൽ മതി. ഈ 8,000 rupeesൽ ഞാൻ ഒരു 6,000 rupees ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ഇനി അങ്ങോട്ടേക്ക് എനിക്ക് 94 വേണ്ടു, പിന്നെ എനിക്ക് 88 മതി, പിന്നെ 82 മതി. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ അച്ചീവ് ചെയ്ത് പോകുമ്പോൾ നമ്മളെ ഉള്ളിലുള്ള ഒരു ഇന്നർ പവറുണ്ട്, അത് ശരിക്കും അതിങ്ങനെ അൺലീഷായിട്ട് അതിങ്ങനെ പുറത്തേക്ക് വരും. പിന്നെ ഈ 1 നിൽക്കില്ല. ഈ 1 lakh നിങ്ങൾ 2 lakh 3 lakh ഒക്കെ ആക്കി മാറ്റാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ അതിനുള്ള എഫേർട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ഇതിനു വേണ്ടി നിങ്ങൾ പോലും അറിയാതെ പണിയെടുക്കുന്നുണ്ടാവും. ഇത് നിങ്ങളെ വലിയ ഉയർച്ചയിൽ, ഞാനിത് പറയുന്നത് ഇത് ഓൺട്രപ്രണേഴ്സിന് വേണ്ടി മാത്രമല്ല, ഇതൊരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ വ്യക്തികളും ഇൻഡിവിജ്വൽസ്. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ പല സ്കില്ലുകളാണ്. ഈ സ്കില്ലുകളെ നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം. അയാളുടെ ഉള്ളിലൊരു ഫയർ ഉണ്ടാവും, എനിക്ക് ഇന്നത് ആകണം എന്നുള്ളത്. അപ്പോൾ അതിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകണം. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഫോർമലി കൊടുക്കേണ്ട മിനിമം കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഇയാൾ സ്വയം അത് കണ്ടെത്തും. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ മീഡിയ പോലത്തെ കാര്യങ്ങൾ നമ്മൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് റൈറ്റ് ആയിട്ടുള്ളതാണ് ഇവർ സെലക്ട് ചെയ്യുന്നതെന്നും കൂടെ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ നോക്കണം. അപ്പോൾ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഓർഗനൈസേഷൻ വളർന്നു അല്ലേ, സെൽഫായിട്ട് വളർന്നു, ദെൻ ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷൻ ഇരിക്കണ ആ ഒരു ഏരിയ, ആ ഒരു സിറ്റി അല്ലെങ്കിൽ ആ ഡിസ്ട്രിക്റ്റ് വളരും. പിന്നെ എന്താ ഒരു സ്റ്റേറ്റ് വളരാം. ഇങ്ങനെ എല്ലാ ഏരിയയിലും ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു കൺട്രി, ഒരു രാജ്യം, പിന്നെ അത് GDP. നിങ്ങൾ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു രാജ്യത്തിനും കൂടിയാണ് അതിൻ്റെ കോൺട്രിബ്യൂഷൻ കിട്ടുന്നത്. കറക്റ്റ്. ഒരു ചെറിയ ചേഞ്ചസ് പോലും വലിയൊരു മാറ്റത്തിലേക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ സ്വപ്നങ്ങളാണ്. ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഫെസിലിറ്റി അത് ഒരാളുടെ സ്വപ്നമാണ്, അയാളതിനെ അക്കംപ്ലിഷ് ചെയ്താണ്, അതിലേക്ക് അയാൾ തന്നെ ഡ്രൈവ് ചെയ്ത് എത്തിയതാണ്. അങ്ങനെയാണ് ഓരോന്നും ബിൽഡ് ചെയ്യപ്പെട്ടത്. ഓക്കെ. അപ്പോൾ ആഗ്രഹങ്ങൾ ആദ്യം ഉണ്ടാവും എന്നുള്ളതാണ്, അതിനെ പെർസീവ് ചെയ്യാം. ആഗ്രഹം ഉണ്ടാക്കുക, അതിനുവേണ്ടി ചെറിയ ചെറിയ ആക്ഷൻസ് എടുത്ത് തുടങ്ങുക, ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ റിസൾട്ട് നമ്മുടെ ലൈഫിൽ കണ്ടു തുടങ്ങും. കറക്റ്റ്. ഓക്കെ സാർ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ, ഇപ്പോൾ ഒരു എംപ്ലോയി സൈഡ് ആണെങ്കിലും അല്ലെങ്കിൽ കമ്പനി സൈഡ് ആണെങ്കിൽ ഒരു പേഴ്സണെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ഇൻഫർമേഷൻ സാറ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് തന്നു കഴിഞ്ഞു. അപ്പം താങ്ക് യു സാർ. മൈ പ്ലഷർ. താങ്ക് യു.